ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂസിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മൂന്നെണ്ണമാണുള്ളത്: മീൻ, മീഡിയൻ, മോഡ്. ഇതിൽ മീനാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ n ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ n വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ n വാല്യൂസിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാല്യൂസിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലിനെ എത്ര വാല്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്, നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് മീൻ എന്ന് പറയുന്നത്. നമുക്ക് ഫോർമുല ആയിട്ട് ഇങ്ങനെ എഴുതാം. മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ എന്നാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10, 5, 20, 25, 30 5 വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ 5 വാല്യൂസിന്റെ മീൻ എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മീനിന്റെ ഫോർമുല എന്തായിരുന്നു? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ആദ്യം നമുക്ക് സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള വാല്യൂസിന്റെ ടോട്ടൽ, അതായത് 10 പ്ലസ് 5 പ്ലസ് 20 പ്ലസ് 25 പ്ലസ് 30 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ എത്ര എണ്ണം തന്നിട്ടുണ്ട് നമുക്ക്? 1 2 3 4 5. എന്നിന്റെ വാല്യൂ 5. അപ്പോൾ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പോൾ എത്ര കിട്ടും? 90 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുമ്പോൾ 18 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ. എക്സിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഗ്രൂപ്പ്ഡ് ഡേറ്റ രണ്ട് തരത്തിലുണ്ട്: ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഐറ്റംസിന്റെ വാല്യൂവും തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സും ആ ഡേറ്റയ്ക്കകത്ത് എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ടുണ്ട് ആ നമ്പറിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിതാണ് എക്സിന്റെ വാല്യൂസ് എന്ന് വിചാരിക്കുക. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഇതാണ്. ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 എന്ന് പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ വാല്യൂ ആ ഡേറ്റയ്ക്കകത്ത് എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ടുണ്ട്? 5 തവണ റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 എത്ര തവണയുണ്ട്? 3 തവണയുണ്ട്. 6 എന്ന് പറയുന്നത് 2 തവണയുണ്ടെന്നാണ് ഇതിന്റെ മീനിങ്. അതായത് ആക്ച്വൽ ഡേറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: 2 2 2 2 2 4 4 4 6 6. ഇത്രയും ടേംസ് ചേർന്നതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഡേറ്റ. അപ്പം ഈ വലിയൊരു ഡേറ്റയെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ക്യാപിറ്റൽ N അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയാണ്? 5 + 3 8 8 + 2 10 ആണ്. അപ്പം ഇവിടുത്തെ ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ എത്രയായിട്ടാണ് എടുക്കേണ്ടത്? 10 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡിസ്ക്രീറ്റ് സീരീസിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും. അടുത്തതായിട്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീനിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിസ്ക്രീറ്റ് സീരീസിൽ n നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n ആയിട്ട് എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. എക്സിന്റെ വാല്യൂസ് 10 15 20 25
ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 4, 3, 2, 2. ഇവയുടെ അരിത്തമെറ്റിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർമുല എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് എഫ് എക്സിൻ്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് ആണ്. അതായത് 10 ഇൻറ്റു 4 40, 15 ഇൻറ്റു 3 45, 20 ഇൻറ്റു 2 40, 25 ഇൻറ്റു 2 50. അടുത്തത് സിഗ്മ എഫ് എക്സ്. അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. 175. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. 4 3 7 7 2 9 9 2 11. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് 175 ഡിവൈഡഡ് ബൈ 11. നമുക്ക് 15.9 വാല്യൂ കിട്ടും. അപ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15.9. ഈ രീതിയിലാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് കണ്ടിന്യൂസ് സീരീസ്. ഗ്രൂപ്പ്ഡ് ഡേറ്റയിലെ അടുത്ത കേസാണ് കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? എക്സിൻ്റെ വാല്യൂസ് തരും, അതുപോലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടാവും. ഇനി കണ്ടിന്യൂസ് സീരീസിൽ ഒരു പ്രത്യേകതയുണ്ട്. എക്സിൻ്റെ വാല്യൂസ് നമുക്ക് ക്ലാസ്സുകളായിട്ടായിരിക്കും തരിക. അതായത് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെയുള്ള ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവുന്നത്. ഓരോ ക്ലാസ്സിൻ്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ട് ഉണ്ടാവും. അതായത് 0 മുതൽ 10 വരെയുള്ള വാല്യൂസ് എത്ര എണ്ണം ഉണ്ട്? 2. 10 തൊട്ട് 20 വരെയുള്ള വാല്യൂസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അതുപോലെ തന്നെ 20 തൊട്ട് 30 വരെയുള്ള വാല്യൂസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഈ രീതിയിൽ തരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ സെയിം തന്നെയാണ്. അതായത് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെയും നമുക്ക് ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട്. അത് കാരണം എൻ എങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മൾ എൻ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. എന്താണ്? നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് തന്നിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40. ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട്. മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് എഫ് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് മാത്രമേ നൽകിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ എന്ത് വേണം? എക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഓരോ ക്ലാസ് ഇൻ്റർവെല്ലുകളുടെയും മിഡ് വാല്യൂ ആണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതായത് 0 മുതൽ 10 വരെ മിഡ് വാല്യൂ എത്രയാണ് വരുന്നത്? 5. ഇനി 10 മുതൽ 20 വരെ മിഡ് വാല്യൂ 15. 20 മുതൽ 30 വരെ മിഡ് വാല്യൂ 25. 30 മുതൽ 40 വരെ മിഡ് വാല്യൂ 35. ഇനി മിഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ് ലിമിറ്റുകൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വാല്യൂ കിട്ടുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് 2 to 7 ഇതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 2 + 7 ചെയ്യുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 9/2 4.5 എന്ന് നമുക്ക് കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്ലാസ് ലിമിറ്റുകൾ രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ട് കിട്ടുന്ന സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ എളുപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. 0 മുതൽ 10 വരെ മിഡ് വാല്യൂ 5 ആണ്. 10 to 20 15, 20 to 30 25, 30 to 40 35. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം.
എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 5 10, 4 ഇൻറ്റു 15 60, 1 ഇൻറ്റു 25 25, 2 ഇൻറ്റു 35 70. ഇനി ഫോർമുലയ്ക്കകത്ത് നമുക്ക് എഫ് എക്സിൻ്റെ ടോട്ടൽ വേണം, അതുപോലെ തന്നെ എൻ വേണമെങ്കിൽ എഫിൻ്റെ ടോട്ടലും വേണം. അപ്പം എഫിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക, എഫ് എക്സിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക. എഫ് എക്സിൻ്റെ ടോട്ടൽ എത്ര വരും? 165 എന്ന് വരും. എഫിൻ്റെ ടോട്ടൽ 9 കിട്ടും. അപ്പോൾ നമുക്ക് എഫ് എക്സിൻ്റെ ടോട്ടലും കിട്ടി, എഫിൻ്റെ ടോട്ടലും കിട്ടി. ഇനി ഡിവൈഡ് ചെയ്യാം. അതായത് 165 ഡിവൈഡഡ് ബൈ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 18.33 എന്നാണ് ആൻസർ ലഭിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് സീരീസിൻ്റെ 1-2 സ്പെഷ്യൽ കേസസ് ഉണ്ട്, അതാവും നമ്മൾ